പൂർവികന്മാരുടെ കാലവേളയെങ്കിൽ കെട്ടിവെച്ചിരിക്കുന്ന ഗ്രന്ഥോലെ കെട്ടുണ്ട്. ഒന്ന് അഴിക്കട്ടോ അന്നാ ഞങ്ങൾ 101 പുളിക്കന്മാര് കുന്തം കുറവടി ഗതയെടുത്തു. കാളാമക്കോട്ട, മൂളാമിക്കോട്ട, കുഞ്ഞിക്കണ്ണിക്കോട്ട, പല പല കോട്ടകൾ താണ്ടി ഒടുവിൽ അഗ്നികോട്ട മുൻപേറവായിട്ട് കൈയെടുത്തു. അന്ന് ബ്രഹ്മാവ് ഉര ചെയ്തു. ആരാണ് അഗ്നികോട്ട മുൻപേറവായിട്ട് കൈയെടുത്തത്? എന്റെ ബ്രഹ്മാവ്. ഞങ്ങൾ തന്നെ 101 പുളിക്കന്മാര് എന്താവശ്യപ്പെട്ടു? ഭൂമിലോകത്ത് മർത്യന്മാർ വർദ്ധിച്ചു. അവരുടെ ചോരയും നീര് മൂറ്റി കുടിക്കണം. ഒന്ന് ജനിക്കുമ്പോൾ 2 കൊല്ലണം, 2 ജനിക്കുമ്പോൾ 4 കൊല്ലണം, ഒരിക്കൽ തിന്നണം, ഒരിക്കൽ കൊല്ലണം. അങ്ങനെ ഇരിക്കുന്ന വരം ഞാൻ ആവശ്യപ്പെട്ടു. അന്ന് എനിക്കങ്ങനെ വരം തന്നിട്ടില്ലല്ലോ എന്റെ ബ്രഹ്മാവ്. അല്ലെ തന്നു കഴിഞ്ഞാല് മനുഷ്യരാകുന്നതായ അല്ലെ ആ മാനവരാശി ഭൂമിലോകത്ത് ഇല്ലാതാകും. ആദ്യം ബ്രഹ്മാവ് മറ്റൊരു വരം തന്നു. 3 ആൾ പോകുന്ന പെരുവഴിയില് ഒരു കഷ്ണം കല്ല് ഒരു കഷ്ണം വരെ കത്തിച്ച നന്ദാദീപം തറപ്പിച്ച വിളക്ക് പിടിപ്പാനായത് മിരിപ്പാ പീഠം കാളി കരകാളി ധൂളി യമധൂളി കാലഭാഷം കാലചക്രം കാലഘണ്ണ് കാലകുശൂലം 4 വരാഹങ്ങളും 4 ദന്തങ്ങളും കുന്നോളം അല്ലൊരു കരിങ്കോഴി മാംസം കടൽ പോലെ ശങ്കുരിശി മുക്കണ്ണാം പോലത്തെ 3 കണ്ട അമൃതകലശം വാവ് പട്ടാപതയും 12 സംക്രമം പുരവിളക്കും നല്ല ദിവസം നോക്കി കണ്ടുപിട്ടിക്കൊണ്ടിരിക്കുന്ന വരം അന്ന് കൈകൂട്ടി വാങ്ങി അന്ന് ഭൂലോകത്ത് തുള്ളിപ്പുറപ്പെട്ടു. അങ്ങനെ അല്ലെ അടൂർ മധൂർ കാവ് കന്യാപുരം നടുപുരുക്കങ്ങൾ ഓരം കിട്ടപ്പറ്റി വീരുകൾ ശാസ്താവും ഭൂമാന് കന്യമാന് പടുകൾക്ക് പുതക്കന്മാർ കണ്ടേർക്ക് ഉണക്കി ചെയ്ത് ഇഷ്ടലമാൻ ഭേറമാറ്റി എന്റെ ആനാറ് രേരമംഗലത്ത് ഭഗവതിയുടേതായ 1-ാം കാര്യസ്ഥനായിട്ട് പൂർവികന്മാര് ഉപാസിച്ചിരിക്കുന്ന ദൈവത്തെ ഇന്ന് ശേഷം 10 കണ്ടിരിക്കുന്നതായ ആ കരകുട്ടി പൂർവാദികൾ സന്തോഷത്തോടു കൂടി പരിപാലിക്കുന്നുണ്ട് അല്ലേ?